എല്ലാവർക്കും നമസ്കാരം. സങ്കീർത്തനം 9:4 പറയുന്നു, നീ എൻ്റെ കാര്യവും വ്യവഹാരവും നടത്തിയിരിക്കുന്നു, നീ നീതിയോടെ വിധിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. എന്ന് വെച്ചാൽ ദൈവം നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തി തരുവാൻ ശക്തനായൊരു ദൈവമാണ്. ആ ദൈവം എന്താണ്? നീതിയോടെ വിധി കൽപ്പിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. എന്ന് വെച്ചാൽ നമ്മൾക്ക് വേണ്ടി ചില വിഷയങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിച്ച് അതിൽ നീതിയോടെ വിധി കൽപ്പിക്കുന്ന ഒരു ദൈവം. എന്ന് വെച്ചാൽ നീതിയും ന്യായവും നമ്മുടെ ഭാഗത്താണ് എങ്കിൽ ആ നീതിക്ക് വേണ്ടി, ന്യായത്തിന് വേണ്ടി വിധി കൽപ്പിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ ഈ ഒരു വചനത്തിലൂടെ നമ്മൾക്ക് വെളിപ്പെട്ട് വരികയാണ്. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം പല വിഷയങ്ങളും അല്ലേ, ലോകത്തിൻ്റെ കാര്യങ്ങളിലോട്ടൊന്ന് പോയി. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഞാൻ കാണുവാനായിട്ടിടയായി. അവർ പറഞ്ഞു, ഈ ലോകത്തിൽ ഒരു സഹോദരി അവർ എഴുതിയിരിക്കുന്നത്, ഈ ലോകത്തിൽ നീതി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യമാണ്, ഈ ലോകത്തിൽ നീതി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നെങ്കിൽ രാഷ്ട്രീയക്കാരുടെ കാലത്തിരുമാൻ പോകണം, അല്ല എങ്കിൽ എന്താണ്, ഏതെങ്കിലും കുനിഷ്ട് കളിക്കണം, അതല്ല എങ്കിൽ എന്താണ്, പൈസ ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ടീമുകളുടെ പുറകെ എന്ത് പോകത്തുള്ളൂ? ഈ ലോകത്തിൻ്റെ നീതി പോകത്തുള്ളൂ. എന്നാൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ഈ ലോകക്കാർ പോകുന്ന ഒരു കാര്യത്തിനും പോകേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തിൽ മാത്രം ആശ്രയിച്ചാൽ മതി. അപ്പോൾ ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് കഴിയുമ്പോൾ ദൈവം നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തും. എന്നിട്ടോ പിന്നെ പറഞ്ഞിരിക്കുകയാണ്, അവിടുന്ന് നീതിയോടെ വിധി കൽപ്പിച്ചുകൊണ്ട് സിംഹാസനത്തിലിരിക്കുന്നു. അപ്പോൾ ഓർക്കുക, ഈ നമ്മുടെ ലോകത്തിലുള്ള ആൾക്കാരൊക്കെ എവിടെയായിരിക്കുന്നത്? അവരൊക്കെ നമ്മൾ ഓഫീസുകളിലൊക്കെ ചെന്നാൽ അറിയാം, അവരെല്ലാവരും ഈവൻ നമ്മുടെ എന്താ പറയുക, ജഡ്ജ്മെൻറ്റ് പുറപ്പെടുവിക്കുന്ന ജഡ്ജി പോലും എവിടെയായിരിക്കുന്നത്? അവരും ഒരു കസേരയിലിരിക്കുന്നത്. സിംഹാസനത്തിൽ വല്ലതും ആണോ ഇരിക്കുന്നത്? അല്ല അല്ലേ, അവരൊരു കസേരയിലിരിക്കുന്നത്. ഓക്കെ, എന്നാൽ നമ്മളുടെ ദൈവം എവിടെയാണ് ഇരിക്കുന്നത്? അവിടുന്ന് സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. എന്ന് വെച്ചാൽ രാജാക്കന്മാരുടെ രാജാവ്, പ്രഭുക്കന്മാരിൽ പ്രഭുവായിട്ടുള്ള ദൈവം. എന്ന് വെച്ചാൽ സകലത്തെ നിയന്ത്രിക്കുന്ന ദൈവം, സകലത്തിൻ്റെയും വിധികർത്താവായ ദൈവം, സകലത്തെയും ഉണ്ടാക്കിയ ദൈവം. ആ ദൈവം നമ്മൾക്ക് വേണ്ടി വിധി കൽപ്പിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ ദൈവം നമ്മൾക്ക് വേണ്ടി നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ലോകക്കാർ അവരുടെ പൈസയും അവരുടെ പവറും കൊണ്ട് അതിലെയും ഇതിലെയും എല്ലാം ഓടട്ടെ, നമ്മൾ എങ്ങോട്ട് ഓടിയാൽ മതി? നമ്മൾ ദൈവത്തിൻ്റെ തൃപ്പാദത്തിലേക്ക് ഓടിയാൽ മതി. അപ്പോൾ ഈ തൃപ്പാദത്തിലേക്ക് നമ്മൾ ഓടിക്കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവം ചില രേഖകളെ നമ്മൾക്ക് അനുകൂലമാക്കി തിരുത്തിപ്പിച്ചും ചില രേഖകളെ നമ്മൾക്ക് അനുകൂലമാക്കി എഴുതിപ്പിച്ചും നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തിത്തരും. നമ്മൾ എങ്ങോട്ട് നോക്കിയാൽ മതി? നീതിമാനായ ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ മതി. അപ്പോൾ ദൈവം നമ്മൾക്ക് വേണ്ടി വിധി കൽപ്പിക്കും. ദൈവം നമ്മൾക്ക് വേണ്ടി ചില ഓർഡറുകൾ ഇടിപ്പിക്കും. ദൈവം ചിലതൊക്കെ നമ്മളുടെ പേരിൽ പതിച്ചു തരുവാനായിട്ടിടയാകും. ഇതൊക്കെ എന്താണ്? ദൈവത്തിൻ്റെ നീതിയാണ്. ആർക്കുള്ള നീതിയാണ്? ദൈവത്തെ ആരാധിക്കുന്ന മക്കൾക്കുള്ള നീതി അല്ലേ? എന്ന് വെച്ചാൽ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിലുള്ള വ്യത്യാസം ദൈവം ഈ ദിവസങ്ങളിൽ വെളിപ്പെടുത്തും. ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കുന്നതാണ് അല്ലേ? നമ്മൾ പറയും ദൈവം കൃപായുഗമായതുകൊണ്ട് ദൈവം എന്താണ്, എല്ലാം പതുക്കെ ചെയ്യത്തുള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. എന്നാൽ അങ്ങനെയൊന്നുമല്ല. ദൈവം ഇന്ന് സ്പോട്ടിൽ നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ഏതൊക്കെ വിഷയങ്ങളുടെ മുൻപിലായിരിക്കുന്നു, ഏതൊക്കെ നിയമത്തിൻ്റെ കുരുക്കുകളിലായിരിക്കുന്നു, ഏതൊക്കെ രേഖകൾ നമ്മൾക്ക് അനുകൂലമാക്കി വരണം, അതൊക്കെ ആ വിഷയങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ എങ്ങോട്ട് പോയാൽ മതി? ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഒന്ന് ചെന്നാൽ മതി. ദൈവത്തിൻ്റെ തൃപ്പാദത്തിലേക്ക് നമ്മളൊന്ന് ചെന്നാൽ മതി. ചെന്ന് കഴിയുമ്പോൾ എന്താണ്? നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വരുന്ന ഒരു ദൈവം. അതുമാത്രമാണോ? ദൈവം നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തും. അവിടുന്ന് നീതിയോടെ നമ്മൾക്ക് വേണ്ടി എന്ത് ചെയ്യും? വിധി കൽപ്പിക്കും. ചില വിധികൾ ദൈവം നമ്മൾക്ക് വേണ്ടി അനുകൂലമായിട്ട് കൽപ്പിക്കുവാനായിട്ട് പോവുക. ദൈവം നമ്മളുടെ ചില കാര്യങ്ങളും വ്യവഹാരങ്ങളും ഒക്കെ ദൈവം ഏറ്റെടുത്ത് നടത്തുവാനായിട്ട് പോവുക. എന്തിനാ ദൈവം ഇത് ഏറ്റെടുക്കുന്നതെന്ന് അറിയാവോ? ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിന് കൈവിടുവാൻ പറ്റത്തില്ല. ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിന് തള്ളിക്കളയുവാനായിട്ട് പറ്റത്തില്ല. നമ്മളൊക്കെ ഈ പുസ്തകവും ചുമന്ന് ആഭരണങ്ങൾ ഊരി നമ്മുടെ ഈ ദൈവത്തെ ആരാധിക്കുവാൻ നിന്ദയും പരിഹാസവും സഹിച്ച് നമ്മുടെ ഈ ദൈവത്തെ ആരാധിക്കുവാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ ദൈവം നമ്മൾക്ക് എതിരെ മുഖം തിരിച്ചു കളയത്തില്ല. ദൈവം നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തും. എന്തുണ്ടായിരിക്കണം? നമ്മുടെ ഭാഗത്താണ് നീതി എങ്കിൽ ആ നീതിമാനായ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വിധി കൽപ്പിക്കും. ആ ദൈവം നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തും. അതുകൊണ്ട് ലോകക്കാരെതിരെയെങ്കിലും ഓടട്ടെ, നമ്മൾ അവരുടെ പുറകെ ഒന്നും ഓടണ്ട. നമ്മൾ എങ്ങോട്ട് നോക്കിയാൽ മതി? നമ്മുടെ നീതിമാനായ ദൈവത്തിൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ മതി. ആ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഈ ദിവസങ്ങളിൽ ചില രേഖകളെ നമ്മൾക്ക് അനുകൂലമാക്കിയ ദൈവം എഴുതിപ്പിച്ചും ചിലതൊക്കെ നമ്മളുടെ കരത്തിൽ തന്നു
ദൈവം നമ്മളുടെ തല ഉയർത്തുവാനായിട്ട് പോവുക. ചില വിഷയങ്ങളിൽ ദൈവം നമ്മൾക്ക് ജയം തരുവാനായിട്ട് പോവുക. അത് ദൈവത്തിൻ്റെ നീതിയാണ് കേട്ടോ. ദൈവത്തിൻ്റെ നീതി ദൈവം നമ്മൾക്ക് വേണ്ടി വെളിപ്പെടുത്തുവാനായിട്ട് പോകുക. അതുകൊണ്ട് നമ്മൾ ഏത് വിഷയങ്ങളുടെ നടുവിലായിരുന്നാലും നമ്മൾ എന്ത് ചെയ്താൽ മതി? ദൈവത്തിൻ്റെ കരത്തിലോട്ട് അങ്ങ് ഏൽപ്പിച്ചു കൊടുത്താൽ മതി. ആ നീതിമാനായ ദൈവം നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തിത്തരുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് ആ ദൈവത്തിൻ്റെ കരത്തിൽ സകലതും ഏൽപ്പിക്കുവാൻ തയ്യാറായാൽ ആ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. എവിടെയൊക്കെ നമ്മൾക്ക് നീതി നിഷേധിക്കപ്പെടുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മളുടെ പഠന മേഖലകളിലാകാം, ജോലി മേഖലകളിലാകാം, കുടുംബത്തിലാകാം, എന്ത് വിഷയങ്ങളിലും ആകട്ടെ, ആ വിഷയങ്ങളിലെല്ലാം നമ്മൾക്ക് വേണ്ടി നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തിത്തരുന്ന ഒരു ദൈവം, നമ്മൾക്ക് വേണ്ടി നീതിയോടെ വിധി കൽപ്പിക്കുന്ന ഒരു ദൈവം എഴുന്നേൽക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? ആ ദൈവത്തിൻ്റെ തൃപ്പാദത്തിൽ താഴ്ന്നിരിക്കുവാൻ, ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് ദൈവത്തിൻ്റെ കരത്തിലോട്ട് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഓർക്കുക, രണ്ട് വള്ളത്തിൽ കാല് ചവിട്ടരുത് എന്ന് വെച്ചാൽ ഒന്ന് ദൈവത്തിൽ ആശ്രയിക്കും, ഒന്ന് നമ്മളെ എങ്ങോട്ട് പോകും? വേറെ വഴിക്ക്, എന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലുമൊക്കെ വഴിക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന വിധത്തിൽ നീങ്ങുവാനായിട്ട് നോക്കും. അങ്ങനെ നോക്കണ്ട. നമ്മൾ എന്താ ചെയ്താൽ മതി? നമ്മൾ സ്വസ്ഥതയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തെങ്കിൽ ഇരുന്നും ആ വിഷയത്തെ ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഏത് വിഷയമാണെങ്കിലും അതിനകത്തും നമ്മളുടെ കാര്യവും വ്യവഹാരവും നടത്തുന്ന ദൈവം, നമ്മൾക്ക് വേണ്ടി നീതിയോടെ വിധി കൽപ്പിക്കുന്ന ദൈവം എഴുന്നേൽക്കുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ ദിവസങ്ങളിൽ നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ കാര്യങ്ങളെ ഏൽപ്പിച്ചു കൊടുത്തും ദൈവത്തിൻ്റെ മുഖത്തേക്ക് മാത്രം നോക്കുക. ദൈവം നമ്മൾക്ക് വേണ്ടി നിശ്ചയമായിട്ടും ഇറങ്ങി വന്ന് പ്രവർത്തിക്കും. ഇല്ല എങ്കിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം, അല്ലെ, നമ്മുടെ ജാതികൾ നമ്മളെ നോക്കി പരിഹസിക്കും. അല്ലെങ്കിൽ മറ്റുള്ളവർ ദൈവത്തെ ആരാധിക്കാത്തവർ നമ്മളെ നോക്കി പരിഹസിക്കും. അവർ ചോദിക്കും, എവിടെയാണ് നിന്റെ ദൈവം? അതിന് ഉത്തരം ദൈവം തരുവാനായിട്ട് പോവുക. ദൈവം എന്താണ്? ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, ദൈവം വെളിപ്പെട്ടു വരുന്ന ദൈവം തന്നെയാണ്. അത് ചിലർക്ക് കാണുന്ന വിധത്തിൽ, ചിലർക്ക് ഭയമുണ്ടാകുന്ന വിധത്തിൽ ദൈവത്തിൻ്റെ പ്രവർത്തികളെ ദൈവം ഒന്ന് വെളിപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിൽ മാത്രം ആശ്രയിക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.